ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം ഒരു 1/4 കപ്പ് മൈദയാണ്, അതിലേക്ക് ഒരു 1/4 കപ്പ് കോക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മൾ അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. നന്നായിട്ട് അരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് അത്രയും നന്നായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു 4 മുട്ടയും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒട്ടും നനവില്ലാത്ത പാത്രത്തിൽ വേണം കേട്ടോ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 തവണകളായിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്ന ശേഷം മാത്രം 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മൈദയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരേ വശത്തേക്ക് തന്നെ ഇളക്കിയിട്ട് ഇതൊന്ന് തയ്യാറാക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു ടീസ്പൂണ് സോഡാപ്പൊടിയാണ്, അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന ടൈമിൽ നമ്മളത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കരുത്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ടിന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കണം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ മൈദയുടെ മിക്സ് ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ പാന് ഒന്ന് ചൂടാക്കി എടുക്കണം. എനിക്ക് ഒരു 25 മിനിറ്റ് വേണ്ടി വന്നു ഇതൊന്ന് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി കേക്കായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കിയത് കേട്ടോ. ഇനി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് നനയുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ്, എനിക്കിതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായിട്ട് വന്നത്. നന്നായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ചോക്ലേറ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് ഐസിങ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടെ ക്രീമൊക്കെ തേച്ചിട്ട് അടിപൊളിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തേച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ സൈഡ് ഭാഗത്തൊക്കെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി അതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ലാസ്റ്റ് ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റി ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.